നമുക്കറിയാം നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് മത്സരത്തിന് ഇറങ്ങുകയാണ്. ശക്തരായിട്ടുള്ള ഒഡീഷ FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. നാളത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ലൈനപ്പിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് 4-4-2 എന്ന ഫോർമേഷനിൽ കളത്തിലിറങ്ങാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ ആവുക ലാറ തന്നെയായിരിക്കും. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനമായിരുന്നു ലാറ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കാൻ ചാൻസ് ഉള്ളത് ഒരുപക്ഷെ പ്രീതം കോട്ടാലായിരിക്കും. നവോച്ച സിംഗിന് പരിക്കായതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ബാക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ലെഫ്റ്റ് ബാക്കായിട്ട് സന്ദീപ് സിംഗ് കളിക്കാൻ ചാൻസ് ഉണ്ട്. സെന്റർ ബാക്കുകളായിട്ട് കളിച്ചേക്കുക മാർക്കോ ലെസ്കോവിച്ചും അതുപോലെ തന്നെ മിലോസുമായിരിക്കും. കഴിഞ്ഞുപോയ കുറച്ച് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് അത്ര ശക്തമായിരുന്നു. ഡിഫൻസിലെ പിഴവുകൾ കാരണം ഒരുപാട് ഗോളുകളും ഈ ഒരു സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടിയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ നിർണായക മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ശക്തമായിരിക്കണം. മിഡ്ഫീൽഡിലേക്ക് കടക്കുകയാണെങ്കിൽ വിപിനും അതുപോലെ തന്നെ ജീക്സണും ഉണ്ടാകും. റൈറ്റ് വിംഗ് പൊസിഷന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നാളത്തെ മത്സരത്തിൽ ലൂണ ഒരുപക്ഷെ സബ് ആയിട്ടായിരിക്കും ഇറങ്ങിയേക്കുക. ആദ്യ 11-ൽ ഒരുപക്ഷെ റൈറ്റ് വിംഗ് പൊസിഷനിൽ കളിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത് സൗരവാണ്. കോച്ച് തന്നെയെന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു ലൂണ നാളെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ഒരുപക്ഷെ പകരക്കാരനായിട്ടായിരിക്കും ലൂണ കളിച്ചേക്കുക. ലെഫ്റ്റ് വിംഗ് പൊസിഷനിൽ ഐമനായിരിക്കും കളിച്ചേക്കുക. കഴിഞ്ഞുപോയ മത്സരത്തിൽ ഒരു ഗോൾ സ്കോർ ചെയ്തൊരു താരം കൂടിയാണ് ഐമൻ. മാത്രമല്ല ഒരു അസിസ്റ്റ് നൽകാനും ഐമന് സാധിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് സ്ട്രൈക്കേഴ്സിന്റെ കാര്യമെടുത്ത് നോക്കാം. ഡിമിട്രോസ് നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആണെങ്കിൽ സ്ട്രൈക്കറായിട്ട് എന്തായാലും ഡിമിട്രോസ് ആയിരിക്കും കളിച്ചേക്കുക. കോച്ച് പറഞ്ഞത് പ്രകാരം ഇന്നത്തെ ട്രെയിനിങ് സെഷന് ശേഷമായിരിക്കും ഡിമിട്രോസ് നാളത്തെ മത്സരത്തിൽ കളിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുക. നിലവിൽ സ്ട്രൈക്കറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഫെഡോറിനെയാണ്. ഫെഡോറും അതുപോലെ തന്നെ ഇഷാം മണ്ടിദി നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ലൈനപ്പുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അഡ്രെ ലൂണ നാളത്തെ മത്സരത്തിൽ എന്തായാലും കളിച്ചേക്കും. എന്നാൽ സ്റ്റാർട്ടിംഗ് 11-ൽ ലൂണ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ഇനി അഥവാ ലൂണ നാളെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ടീമിന് എന്തുകൊണ്ടും ഗുണം ചെയ്യും. ഡിമിട്രോസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ താരം ഫുൾ ഫിറ്റ് അല്ലെങ്കിൽ എന്തായാലും നാളത്തെ മത്സരത്തിൽ കളിക്കും. ഇന്നത്തെ ഒരു ട്രെയിനിങ് സെഷന് ശേഷമായിരിക്കും ഡിമിട്രോസ് കളിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുക. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.